അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ഓൻ്റെ കൃപ കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിലെ 100% എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രത്തോളം ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ അത് കാരണമാണ് ഈ പ്രയാസങ്ങൾ എന്ന് പലർക്കും അറിയാതെ വരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടാണ്, വളരെ വലിയ ഒരു അപകടകാരിയായ ഒരു സംഭവമാണ് ഇസ്വാബത്തുൽ ഐൻ, കണ്ണേറ് എന്നുള്ളത്. ഈ കണ്ണേറ് മുഖാന്തരം ശരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന നഷ്ടങ്ങൾ ഒരുപാടാണ്. പക്ഷേ കൂടുതൽ ആളുകളുണ്ടല്ലോ അതൊന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കണ്ണേറ് മുഖാന്തരമാണ് ഇതൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത് എന്ന ഒരു യാഥാർത്ഥ്യം, ആ ഒരു റിയാലിറ്റി പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വളരെ വലിയ സത്യം. എന്താണെങ്കിലും ഇൻഷാ അല്ലാ നമുക്കൊക്കെ ഒരുപാട് സിംറ്റംസ്, ഒരുപാട് അടയാളങ്ങൾ ഈ കണ്ണേറ് മുഖാന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ, അവരുടെ ബിസിനസ് ഇപ്പോൾ വളരെ ഡള്ളാണ്, വളരെയധികം ഡൗൺ ആണ്. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് പൂട്ടേണ്ട ഒരവസ്ഥ. അതുപോലെ നല്ല ജോലി ചെയ്തിരുന്ന ആളുകൾ, നല്ല സാലറിഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ആ ജോലി നഷ്ടപ്പെട്ടു, ഇപ്പോൾ ജോലി തന്നെ ഇല്ലാത്തൊരു സാഹചര്യം. അതുപോലെ നല്ല വീട് വെച്ചു, നല്ല കാറ് വാങ്ങി, പക്ഷേ അതിന് ശേഷം തൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള സോഴ്സസുകളെല്ലാം ക്ലോസായി, അതൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടത്തിലായി. അതുപോലെ നല്ല ഒരു രീതിയിൽ പോയിരുന്ന കുടുംബം പിന്നീട് പല രീതിയിൽ പ്രശ്നങ്ങളാകുന്നു. മക്കൾ തമ്മിൽ, ഉമ്മമാർ തമ്മിൽ, ഉപ്പമാർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും അതുപോലെ ഉപ്പയും തമ്മിൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോയിരുന്ന ഒരു കുടുംബം പ്രശ്നമാകുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ പോയിരുന്ന പല കാര്യങ്ങളും നേരെ കുത്തനെ മറിയുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ ഈ ഒരു കണ്ണേറിൻ്റെ മറ്റൊരടയാളമാണ് രോഗങ്ങൾ വരിക എന്നുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ വളരെയധികം നമ്മൾ കിടക്കേണ്ടി വരിക, നമ്മുടെ മക്കൾക്ക് എപ്പോഴും രോഗം വരിക, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ കണ്ണേറിൻ്റെ ഒരു മെയിൻ അടയാളം എന്നുള്ളത് നല്ല രീതിയിൽ പോയിരുന്ന ഏത് തരത്തിലാണെങ്കിലും ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടുക, ഇതാണ് ഈ കണ്ണേറിൻ്റെ ഒരു മെയിൻ സിംറ്റം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ കാരുണ്യം കൊണ്ട് കണ്ണേറിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കണ്ണേറ് എന്നുള്ളത് ഹക്കാണ്, അത് റിയലാണ്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഐനു ഹക്ക്, ഹക്കാണ് ഈ കണ്ണേറ് എന്നുള്ളത്. അള്ളാഹ് കാക്കട്ടെ, ആമീൻ. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഒരു റെമഡിയാണ് പറയുന്നത്. സൂറത്തുൻ നാസ് അറിയാത്തവരുണ്ടാവില്ല അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. വളരെയധികം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള, നമ്മൾ ഏതൊരു പ്രത്യേക പരിപാടികളിൽ നമ്മൾ ചൊല്ലുന്ന, നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള, മനപ്പാടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൻ നാസ് എന്നുള്ളത്. ഈ സൂറത്തുൻ നാസ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലൽ പതിവാക്കിയാൽ ഇൻഷാ അല്ലാ ഈ ഇസ്വാബത്തുൽ ഐൻ, കണ്ണേറ് എന്ന് പറയുന്ന ഈ വലിയ പ്രതിസന്ധികളിൽ നിന്ന്, അത് മുഖാന്തരമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ നഷ്ടങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാക്കും ഇൻഷാ അല്ലാ. നല്ല ഉറപ്പോടുകൂടെ, തീർച്ചയായ കൽബോടുകൂടെ, മൂർച്ചയേറിയ വിശ്വാസത്തോടെ നമ്മൾ ചെയ്താൽ ഫലം ഇൻഷാ അല്ലാ ഇറ്റ് ഈസ് ഷുവർ, ഉറപ്പാണ്. പടച്ച റബ്ബ് നമുക്ക് ഓൻ്റെ കൃപ കൊണ്ട് ഓൻ്റെ കാവൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.